MC-യെ ഇപ്പോൾ അബ്ബാസുമായി സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അബ്ബാസ് അവിടുത്തെ കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ഖത്തറിന്റെ മണ്ണിൽ ഒരു എന്താ പറയാ നേരിട്ടൊരു ആക്രമണം അല്ലെങ്കിൽ അവിടേക്ക് നേരിട്ടൊരു മിസൈൽ പതിച്ചിട്ടില്ല. അതിനെ തടയാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റ് രാജ്യങ്ങളിൽ അതല്ലല്ലോ, ഗൾഫ് രാജ്യങ്ങളിൽ അതല്ലല്ലോ സ്ഥിതി. ഇന്ന് പകലുണ്ടായിരുന്നതിനേക്കാൾ ഇന്ന് രാത്രിയിലേക്ക് എത്തുമ്പോൾ കുറെ കൂടി ആശങ്ക കൂടുന്നുണ്ടോ ആളുകൾക്ക്? കുറെ കൂടി ജാഗ്രത കാണിക്കേണ്ട ഒരു സമയമായി ഇന്നത്തെ രാത്രി ഉണ്ട് എന്ന് നമ്മൾ പറയേണ്ടി വരില്ലേ? പക്ഷേ വലിയ തോതിലുള്ള മുന്നൊരുക്കങ്ങളും അതോടൊപ്പം തന്നെ നിർദ്ദേശങ്ങളുമാണ് വിവിധ ഗൾഫ് രാജ്യങ്ങൾ പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം അപകടകരമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് ഒരു നിലയ്ക്കും നീങ്ങരുത് എന്ന ഒരു താല്പര്യം കൂടി മുൻനിർത്തിക്കൊണ്ടായിരിക്കണം ടെലിഫോണിലോ മെസ്സേജുകൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് വിവിധ സർക്കാരുകൾ. പരമാവധി ഈ സുരക്ഷിത സ്ഥാനത്ത് തന്നെ നിലയുറപ്പിക്കണമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ ആകത്തുക. അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള പൊതുപരിപാടികൾക്കും മറ്റും ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ. കുവൈത്ത് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഈ പ്രാർത്ഥനയ്ക്കും അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇനി നടക്കാൻ പോകുന്നത്, കാരണം ഇന്നും നാളെയും ചുരുങ്ങിയത് ഒരു 4 ദിവസമെങ്കിലും ഈ ആക്രമണം തുടരുമെന്നൊരു സൂചന അമേരിക്കയും ഇസ്രായേലും നൽകിയ ഒരു സാഹചര്യത്തിൽ മുൻകരുതൽ എന്ന നിലയ്ക്കാണ് പരമാവധി ഒരു സുരക്ഷയുമായി മുൻനിർത്തിക്കൊണ്ടുള്ള ചില നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. പിന്നിട്ട് അവർ ഏതാണ്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നേരം ഏറെക്കുറെ ഒരു ശാന്തമായിട്ടുള്ള അന്തരീക്ഷമാണ് UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത്. പക്ഷേ അർദ്ധരാത്രിയോടുകൂടി ഇനിയും ആക്രമണം ഉണ്ടാകുമോ എന്ന ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള അത്തരമൊരു ആക്രമണം ഉണ്ടായാൽ സ്വീകരിക്കേണ്ട നടപടികളും മുൻകരുതൽ നീക്കങ്ങളും ഒക്കെ തന്നെ വിവിധ ഗൾഫ് രാജ്യങ്ങൾ സ്വീകരിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെയാണ് നയതന്ത്ര ചാനലുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ആക്രമണങ്ങളിൽ നിന്ന് ഇറാനെ പിന്തിരിപ്പിക്കാനുള്ള നീക്കങ്ങളും വിവിധ ഗൾഫ് രാജ്യങ്ങളും ഗൾഫ് ഭരണാധികാരികളും അതിൻ്റെ ശ്രമങ്ങളും തുടരുന്നുണ്ട്. പക്ഷേ ഇറാന് നേരെ കൂടുതൽ വ്യാപ്തിയുള്ള ആക്രമണങ്ങളാണ് ഇപ്പോഴും ഇസ്രായേലും അമേരിക്കയും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ഫഹാനും അതോടൊപ്പം തന്നെ കുമ്മും ഉൾപ്പെടെ തെഹ്റാൻ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലേക്ക് കൂടി ആക്രമണങ്ങൾ വ്യാപിക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇനിയിപ്പോൾ നാവിക കേന്ദ്രങ്ങളിലേക്ക് കൂടി ഈ ആക്രമണം വ്യാപിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ പരമാവധി ആ ഭാഗത്തൂടെ പോകുന്ന കപ്പലുകൾക്കൊക്കെയും ജാഗ്രതാ നിർദ്ദേശം വിവിധ രാജ്യങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് വരുന്നത് ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്കും മറ്റും UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ പലതും തങ്ങളുടെ പൗരന്മാരോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. കാരണം അവരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന ഒരു താല്പര്യത്തിന്റെ പുറത്താണ് അത്തരമൊരു നിർദ്ദേശം വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ പുറപ്പെടുവിച്ചത്. നമുക്കറിയാൻ സാധിക്കും ഇപ്പോൾ ഈ ഒരു നോമ്പ് കഴിഞ്ഞാൽ പെരുന്നാൾ മുൻനിർത്തിക്കൊണ്ട് നിരവധി ആളുകൾ വിവിധ രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിനും മറ്റും തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യമാണ്. അത്തരം സാഹചര്യത്തിൽ പിന്നെ എത്ര കണ്ട് പരമാവധി ഒരു സുരക്ഷ ഉറപ്പാക്കാൻ പറ്റുമെന്നാണ് വിവിധ ഗൾഫ് രാജ്യങ്ങളും അതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങളും ആലോചിക്കുന്നത്. ഇനിയിപ്പോൾ ബ്രിട്ടന്റെ ഭാഗത്തു നിന്ന് ഇന്ന് വൈകിട്ട് വന്നിരിക്കുന്ന ഒരു പ്രതികരണം, അവരും ഒരു പക്ഷേ ഈ ആക്രമണത്തിൽ അമേരിക്കയ്ക്കൊപ്പം പങ്കുചേരാനുള്ള ഒരു സന്നദ്ധത അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം എടുക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നിരുന്നു. അങ്ങനെ വരികയാണെങ്കിൽ കൂടുതൽ വ്യാപ്തിയുള്ള ഒരു നീക്കമായിട്ട് അത് മാറും. അതിൽ നിന്ന് ബ്രിട്ടനെ പിന്തിരിപ്പിക്കാനുള്ള നീക്കങ്ങളും ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ നടത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് അവസാനം പുറത്തു വരുന്നത്. എന്തായാലും പിന്നെ ഇന്ന് രാത്രിയും അതോടൊപ്പം തന്നെ അടുത്ത ഒരു 4 ദിവസം കൂടി കൂടുതൽ നിർണായകമായിരിക്കും ഈ ആക്രമണം തുടരുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്ന വ്യോമാതിർത്തിയും മറ്റും എപ്പോൾ തുറക്കും, പ്രവർത്തനങ്ങൾ എപ്പോൾ പുനരാരംഭിക്കും എന്നത് സംബന്ധിച്ചും കൃത്യമായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് മിക്ക ഗൾഫ് രാജ്യങ്ങളും എത്തിച്ചേർന്നിട്ടില്ല. പക്ഷേ ഈ വിമാനയാത്രകൾ മുടങ്ങിയത് കാരണം മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരാണ് വലിയ തോതിൽ പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വരുന്ന ഒരു 3-4 ദിവസങ്ങൾ കൂടി ഒരുപക്ഷെ തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന ഒരു സൂചനയാണ് വിവിധ ഗൾഫ് രാജ്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിന് ശേഷം മാത്രമായിരിക്കും സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ വരിക. അതെല്ലാം ആക്രമണം പിന്നെ അമേരിക്കയും ഇസ്രായേലും കുറച്ചുകൊണ്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കുറെ കൂടി നയതന്ത്ര തലത്തിലുള്ള ഒരു പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനും വലിയ സാധ്യതയുണ്ട്.